നിന്റെ ഭാര്യയോട്, നിന്റെ മക്കളോട്, ആ വീട്ടുകാരോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് നീ സലാം പരിപൂർണമായി പറഞ്ഞാൽ അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യും എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ത് ചെയ്യാനാ പറഞ്ഞത്? എന്ത് ചെയ്യാനാ പറഞ്ഞത്? പറയടോ, എന്ത് ചെയ്യാനാ പറഞ്ഞത്? സലാം. എങ്ങനാ സലാം പറയുന്നത് ഒന്ന് പറഞ്ഞേ. സലാം 3 രീതിയിലാണ് ഉള്ളത്. 1 അസ്സലാമു അലൈക്കും, 2 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, 3 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ സലാമിലും പിശുക്ക് കാണിക്കുന്നവരാ നമ്മള്. ആ സലാമിൽ പോലും പിശുക്ക് കാണിക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മഹാനായ ഇബ്നു റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ നീ നിന്റെ വീട്ടുകാരോട് സലാം പറയണേ. നീ നിന്റെ വീട്ടുകാരോട് സലാം പറയണേ. സലാം പരിപൂർണമായി പറഞ്ഞ അല്ലാഹു നിനക്കും നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാം പറഞ്ഞാൽ മതി, അല്ലാഹു നമ്മുടെ ദാരിദ്ര്യം മാറ്റും, അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകും, നമ്മുടെ കടം വീട്ടാനുള്ള വഴി അല്ലാഹു തുറന്നു തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാരാ സലാം സ്വന്തം പെണ്ണുമ്പിള്ള എടുത്ത് പോലും പറയാത്ത ടീമാ. ഇന്ന് വഴുത് കഴിഞ്ഞു. എന്തായാലും വീട്ടിൽ പോകുമ്പോ ഈ ചങ്ങാതി പറഞ്ഞതല്ലേ, പെണ്ണുമ്പിള്ള സീരിയലും കണ്ടോണ്ട് അവിടെ ഇരിപ്പുണ്ട്. നീ ഇന്ന് രാത്രി ഒരു 11 മണിക്ക് നിന്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് നീ പറഞ്ഞ നിന്റെ പെണ്ണുമ്പിള്ള വിചാരിക്കും, ഈ മനുഷ്യൻ എന്ത് പറ്റിയല്ല, നല്ല കൊലത്തിൽ പോയതാണല്ലോ, തിരിച്ചു വന്നപ്പോ എന്ത് പറ്റിയെന്ന്. ഇതാ നമ്മുടെ അവസ്ഥ. നിങ്ങളും അങ്ങനെ തന്നെ. നിങ്ങൾ എങ്ങാനും പറഞ്ഞാൽ നാളെ രാവിലെ ഖത്തീബിന്റെ അടുത്ത് പോകണം എന്ന് ചിന്തിക്കും ഭർത്താവ്. കാരണം ഇന്നുവരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ അവസ്ഥ ഇതാ. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സാമീപ്യം കിട്ടാൻ, അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന വഴിയാണ് സുജൂദ്. ആ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ എന്റെ കടം മാറ്റണം തമ്പുരാന്, എനിക്ക് ജോലി വേണം തമ്പുരാന്, എനിക്ക് മക്കളെ വേണം തമ്പുരാന്, എന്റെ രോഗം മാറ്റണം തമ്പുരാന്, സ്വന്തമായിട്ടൊരു വീട് തരണം തമ്പുരാന്, എന്റെ സമാധാനമുള്ള ജീവിതം വേണം പടച്ചവന്, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദിൽ കിടന്നുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യൂ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞത്, അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദാ ഫഅക്സിറു ദുആ. നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ അധികമായിട്ട് അവിടെന്ന് ദുആ ചെയ്യൂ. ആ ദുആ ചെയ്യുമ്പോ നിങ്ങളുടെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ഇത്രയും വലിയ അവസരം പാഴാക്കി കളയില്ലേ, ഈ അവസരം നിങ്ങൾ പാഴാക്കി കളയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നെളിഞ്ഞു നടക്കണ്ട. പടച്ചവനെ ഉസ്താദേ, എനിക്കും ആരോഗ്യമുണ്ടല്ലോ, എനിക്ക് രോഗമില്ലല്ലോ, എനിക്ക് വീടുണ്ടല്ലോ, എനിക്ക് മക്കളുണ്ടല്ലോ, എനിക്ക് ജോലിയുണ്ടല്ലോ, എനിക്ക് ആരോഗ്യമുണ്ടല്ലോ, എനിക്കൊന്നിനും കുറവില്ലല്ലോ. മനുഷ്യ ഒറ്റ നിമിഷം കൊണ്ട് സർവ്വതമ തകർത്ത് തരിപ്പണമാക്കാൻ അല്ലാഹുവിന് കഴിയുമല്ലോ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് ട്രെയിനിൽ വരുമ്പോ പടച്ചവനെ കുറ്റിപ്പുറത്തിന്റെ പരിസരത്തുള്ള ഒരു മനുഷ്യനെ കാണുകയാണ്. തിരുവനന്തപുരം RCCയിൽ നിന്ന് വരികയാണ്. കയ്യിലൊക്കെ വല്ലാതെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു, മുഖത്ത് വല്ലാത്ത നീരുണ്ട്, കാലിൽ വല്ലാത്ത നീരുണ്ട്. പടച്ചവനെ, ആ മനുഷ്യനെ ഇങ്ങനെ പുതപ്പിച്ച് കടത്തിയിരിക്കുകയാ. കൈകാലുകൾ വിറയ്ക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. കണ്ടിട്ട് സങ്കടം തോന്നി പടച്ചവര്. അപ്പോഴാണ് പടച്ചവനെ അവിടെ നിന്ന് പറയുന്നത്, ഉസ്താദ് കീമ കഴിഞ്ഞിട്ട് വരികയാണ് RCCയിൽ നിന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ വേദന സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യൻ കിടന്ന് പിടയുകയാ. പടച്ചവരെ,
അവിടെ പൊന്നുമകൻ പറഞ്ഞു, ഉസ്താദേ ചിരിച്ചു കളിച്ചു നടന്ന മനുഷ്യനാണ്. അടാ ഒരു ദിവസം പെട്ടെന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി. പടഞ്ഞു, നിങ്ങളാരും എനിക്ക് ഭക്ഷണം മേടിച്ച് തരാത്തത് കൊണ്ടാണ് ഞാൻ ഛർദ്ദിക്കുന്നത്. ഇതുപോലെ പറഞ്ഞു അവസാനം ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവിടെ അറിയാൻ പറ്റിയത്, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ സർവ്വതമ തകർത്ത് തരിപ്പണമാക്കി നിന്റെ കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയാറ്. പടച്ചറപ്പിന് ഒരുപാട് സമയം വേണ്ടല്ലോ. അതാ മാസങ്ങൾക്ക് മുമ്പല്ലേ ഒരു കുഞ്ഞിന്റെ ഒരു ഇഞ്ചക്ഷന് വേണ്ടി കോടികളല്ലേ പടച്ചവര്, 16-18 കോടി രൂപയാണ് ഒരു കുഞ്ഞിനൊരു ഇഞ്ചക്ഷന് വേണ്ടി നമ്മൾ പിരിവെടുത്തു കൊടുത്തത്. ഇതൊക്കെ കണ്ടിട്ട് പഠിക്കുന്നില്ലല്ലോ. അതാ വല്ലപ്പോഴെങ്കിലും നീ വാങ്ങിയിട്ടിരിക്കുന്ന വസ്തുക്കളും നിന്റെ കൊട്ടാരവും എടാ നിന്റത് മാത്രമല്ലടാ, ഈ നാട്ടിലെ എത്ര പേരുടെ വീട് വിറ്റാലാണ് 18 കോടി രൂപ കിട്ടുക. ഇതുപോലെ ഒരു രോഗമെങ്ങാടും അല്ലാഹു നിനക്കോ നിന്റെ ഭാര്യക്കോ നിന്റെ മക്കൾക്കോ നിന്റെ കൂടപ്പുറപ്പിനോ തന്നാ സർവ്വതം തകർന്ന് തരിപ്പണമാക്കിയിട്ട് പള്ളിയുടെ മുന്നിൽ പോയിരുന്നു യാചിക്കണ്ടേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ മറന്ന് നടക്കല്ലേ, അല്ലാഹുവിനെ മറന്ന് നിങ്ങൾ നടക്കല്ലേ. പടച്ചവനോട് നന്ദി രേഖപ്പെടുത്തു. അഹങ്കാരികളും ധിക്കാരികളുമാരരുത്, അഹങ്കാരികളും ധിക്കാരികളുമാരരുത്. പടച്ചവനെ ഇന്ന് വാതിൽ വന്നിട്ട് ഒരുപാട് ഉപ്പമാരെ കണ്ടു, ചെറുപ്പക്കാരെ കണ്ടു, ചെറിയ കുട്ടികളെ വരെ കണ്ടു. ഒരാളും ഉസ്താദിന് സുഖമാണോ എന്ന് ചോദിച്ചില്ല, ഉസ്താദിന്റെ ഭാര്യ മക്കള് സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ചില്ല. കണ്ടവര് മുഴുവനും പറഞ്ഞത് ഉസ്താദേ കടമാണ്, രോഗമാണ്, ദുഃഖമാണ്, വേദനയാണ്, മക്കളെ നന്നാകണം. എല്ലാവരും ദുആ കൊണ്ടാ വസിയ്യത്ത് ചെയ്തത്. ഒരാള് പോലെ സുഖമാണെന്ന് എന്നോട് ചോദിച്ചില്ല. ഞാൻ പരാതി പറഞ്ഞതല്ല, ഞാൻ ഒരിക്കലും പരാതി പറഞ്ഞതല്ല. പടച്ചവനെ ഇതുപോലെ നൂറുകണക്കിന് പ്രയാസവുമായി നടക്കുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പരിഹാരം വേണോ, പരിഹാരം വേണോ. രണ്ട് വഴികളേ ഉള്ളൂ, രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യൂ. നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് 40 പേരോട് കടമാണ്, രോഗമാണ്, പ്രയാസമാണ്, വീടില്ല, മക്കളില്ല എന്ന് കാണുന്നവരോട് മുഴുവനും പറയുന്നതിന് പകരം ഒരൊറ്റ പ്രാവശ്യം സുജൂദിൽ കിടന്നിട്ട് പടച്ച റബ്ബിനോട് പറ, അല്ലാഹ് പടച്ചവനെ രോഗം തരുന്നവൻ നീയാണല്ലാഹ്, നിനക്ക് മരുന്ന് വേണ്ടല്ലോ അല്ലാഹ്, ശിഫയാക്കണേ അല്ലാഹ്, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാഹ്, കടക്കാരനായി മരിക്കാ പേടിയാ അല്ലാഹ്, എന്റെ കടം വീട്ടാൻ ഒരു വഴി തുറന്നതാ അല്ലാഹ്. വർഷങ്ങളായി റബ്ബേ മക്കളില്ലാതെ വല്ലാതെ പ്രയാസത്തിലാണല്ലോ, ശിവ തരണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇന്നും എന്റെ ഒരു കുടുംബത്തില് എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു സഹോദരിയാണ്, പൊട്ടിക്കരയുകയാണ്. വണ്ടിയിൽ വരുമ്പോൾ ഉസ്താദേ ടെസ്റ്റിന് കൊടുത്തിരിക്കുകയാ, റിസൾട്ട് വരാ സമയമായി. ആ സഹോദരിയുടെ സംസാരം പുറത്ത് കേൾക്കുന്നില്ല, വല്ലാതെ കരയുകയാ. കാലിന് നീരുണ്ട് ഉസ്താദ്, കാലിന് നീരുണ്ട് ഉസ്താദ്, എന്റെ ശരീരം മുഴുവനും നീരാണ്, എന്റെ ക്രിയാറ്റിൻ ഇങ്ങനെ മാറിയിരിക്കുന്നു, കരളിന്റെ ടെസ്റ്റിനാണ് കൊടുത്തിരിക്കുന്നത്, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ കരയണ്ട, കാരണം സ്വദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒരുപാട് സദഖ കൊടുക്കുന്നവരാ, ഒരിക്കലും പടച്ച റബ്ബ് നിങ്ങളെ കൈവിടൂല. എന്റെ പ്രിയപ്പെട്ടവരെ, പാവങ്ങൾക്കും യതീമീങ്ങൾക്കും പള്ളികൾക്കും മദ്രസകൾക്കും വേണ്ടി ചോദിക്കുമ്പോ പലർക്കും കൊടുക്കാൻ വല്ലാത്ത മടിയാ. സദഖ ചോദിക്കല്ലേ ഉസ്താദ്, പൈസ ചോദിക്കല്ലേ ഉസ്താദ്, ഞങ്ങൾ വരാം, പിരിവുണ്ടെങ്കിൽ ഞങ്ങൾ വരില്ല, പക്കറ്റെടുക്കുമ്പോ ഓടുപാട്, പിരിക്കാ സമയമാകുമ്പോ ഓടുപാട്, എവിടെ ഓടാനാണ് മനുഷ്യ? നാളെ നിനക്ക് വേണ്ടിയും ഇതുപോലെ പിരിവെടുക്കേണ്ട വന്നാ നീ എവിടെ ഓടാരാ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, സഹാബാ അല്ലാഹുവിന് ചില അടിമകളുണ്ട് സഹാബാ, അവർ
ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സിക്കുന്നവരല്ല, അവർ ലക്ഷങ്ങൾ കൊടുത്ത് ചികിത്സിക്കുന്നവരല്ല, അവർ മരുന്ന് കടിച്ചിട്ട് ചികിത്സിക്കുന്നവരല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, സദഖ കൊണ്ട് ചികിത്സിക്കുന്ന ചില അടിമകൾ അല്ലാഹുവിനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഈ പരിപാടിയുടെ ചിലവ് കഴിഞ്ഞ് എന്ത് കിട്ടിയാലും അത് പാവപ്പെട്ടവർക്കുള്ളതാ, അത് രോഗികൾക്കുള്ളതാ, അത് ക്യാൻസർ പിടിച്ച് കിടക്കുന്നവര്, കിഡ്നി തകർന്ന് കിടക്കുന്നവര്, കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവര്, ഒരു നേരത്തെ അന്നമില്ലാത്ത പാവപ്പെട്ടവർക്ക് കൊടുക്കാനാണ്. അതുകൊണ്ട് സഹോദരങ്ങള്, നിന്റെ കിഡ്നിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നിനക്കറിയില്ല. പടച്ചറപ്പേ, അവസാന ഘട്ടങ്ങളിലാണ് അതറിയുന്നത്. ക്യാൻസറിന്റെ അവസ്ഥയും അതുപോലെയാണ്. പല രോഗങ്ങളും അവസാന ഘട്ടമാകുമ്പോഴാ അറിയുന്നത്. അതുകൊണ്ട് ആ രോഗത്തെ തട്ടി മാറ്റണോ? അതാ റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞത്, സ്വദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. കൈകെട്ടിയിരിക്കേണ്ടവർക്ക് ഇരിക്കാ, ഉറക്കം നടിക്കേണ്ടവർക്ക് നടിക്കാ, എഴുന്നേറ്റ് പോടേണ്ടവർക്കോടാ, പടച്ചവരെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാ. മോനെ, നീ നാളെ നിന്റെ വീടും നിന്റെ പറമ്പും നിന്റെ സമ്പാദ്യവും സർവ്വതും വെച്ച് ചികിത്സിക്കുന്ന ഒരു രോഗമെങ്ങാട് അല്ലാഹു നിനക്ക് തരാ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കരിച്ചു കളയാൻ ഈ സദഖയ്ക്ക് കഴിയുമല്ലോ. അപ്പൊ വരുന്നതിന് മുമ്പേ ചികിത്സിക്കുന്നത് നല്ലതല്ലേ എന്ന് വഴുത് കടിഞ്ഞ് പിരിഞ്ഞു പോകുന്ന നീ, പടച്ചവരെ, എന്തെങ്കിലും നിനക്ക് സംഭവിച്ചിട്ട് നിന്റെ കൈകാലുകൾ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ വരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തട്ടി മാറ്റാൻ ഒരു സദഖയെ കൊണ്ട് കഴിയുമല്ലോ. പെങ്ങളെ, ബാത്റൂമിന്റെ അകത്ത് കയറുമ്പോ ഒന്ന് കാല് തെറ്റി താഴെ വീണാ മതി പെങ്ങള്, സർവ്വതും തീർന്നു പൊന്നുമോള്. അങ്ങനെ ഒരവസ്ഥയിൽ നിന്ന് പടച്ചറപ്പ് നിന്നെ രക്ഷപ്പെടുത്താൻ സദഖയ്ക്ക് കഴിയുമല്ലോ. അതുകൊണ്ട് സംഘാടകർ കടന്നു വരികയാ. ഉറക്കം നടിക്കല്ലേ, അഭിനയിക്കല്ലേ വാപ്പാ, അഭിനയിക്കല്ലേ പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമല്ലേ. റഹ്മത്തിന്റെ മാലാഖമാരി മജ്ലിസ് വളഞ്ഞു നിൽക്കുകയാണ്. ഓരോ മനുഷ്യന്റെ തലയുടെ മുകളിൽ അല്ലാഹുവിന്റെ മലക്കുകളുണ്ട്. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത, അല്ലാഹു കൊടുത്ത ആയുസ് മുഴുവനും അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും തലയുടെ മുകളിൽ നിൽക്കുകയാ. ഇത് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്, രോഗികൾക്ക് വേണ്ടിയാണ്, യതീമീങ്ങൾക്ക് വേണ്ടിയാണ്. ഇവർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ പോക്കറ്റിന്റെ അകത്ത് അടുക്കി വെച്ചിരിക്കുന്ന പൈസയിൽ നിന്നൊരൽപ്പമങ്ങാടം നീ എടുത്തതിനകത്തേക്ക് ഇട്ടുകൊടുത്താൽ അല്ലാഹുവിന്റെ മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്ന നീ കൊടുത്തതിൽ നിന്നൊരൽപ്പം കൊടുത്തവനാ അല്ലാ, ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹു തന്നത് പോക്കറ്റിന്റെ അകത്ത് വെച്ചിട്ട് നീ അതാ മിണ്ടാതെ ഇരുന്നാൽ, നീ കൊടുക്കാതെ ഇരുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ എപ്പോഴും ദുആ ചെയ്യും, അല്ലാ ഇവന് പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. കച്ചവടത്തിന്റെ ലാഭം കുറയും വാപ്പാ, ഗൾഫിൽ നിന്ന് വരുന്ന വരവ് കുറയും വാപ്പാ, നിന്റെ ജീവിതത്തിൽ വല്ലാത്ത പ്രയാസമാ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കൂ. അല്ലാഹുവേ, അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു അവനെ നീ കൈവിടല്ലേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ, അവരുടെ കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും കൊടുക്കല്ലേ അല്ലാ.
ഏതെങ്കിലും മാരകമായ ക്യാൻസർ പോലെ ട്യൂമർ പോലും ഏതെങ്കിലും പുറത്തു പറയാൻ മടിക്കുന്ന മാരകമായ രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ലല്ലോ. കള്ളു കുടിച്ചവരുണ്ട്, വ്യഭിചരിച്ചവരുണ്ട്, പരിശുദ്ധനവരുണ്ട്, അഹങ്കരിച്ചവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്, ഭാര്യയെ വഞ്ചിച്ചവരുണ്ട്, ഭർത്താവിനെ വഞ്ചിച്ചവരുണ്ട്, മാതാപിതാക്കളെ വേദനിപ്പിച്ചവരുണ്ട്, അവരെ കളിപ്പിച്ചവരുണ്ട്, പറ്റിച്ചവരുണ്ട്, വഞ്ചിച്ചവരുണ്ട്. പാപം ചെയ്യാത്ത ആരുമില്ലല്ലോ. ഈ കാണുന്ന ഓളമൊന്നുമല്ലല്ലോ സിറാജ്. ആരാണെന്ന് എനിക്കും അല്ലാഹുവിനുമല്ലേ അറിയൂ. എടാ, നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിനക്കും അല്ലാഹുവിനുമല്ലേ അറിയൂ. നീ മലക്കല്ലല്ലോ, മനുഷ്യനാണല്ലോ. കുല്ലു ബനി ആദമ ഖതാഉൻ വ ഖൈറുൽ ഖതാഈന അത്തവ്വാബൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആദം സന്തതികൾ മുഴുവനും പാപം ചെയ്യുന്നവരാ. ആദമിന്റെ മക്കൾ മുഴുവനും പാപം ചെയ്യുന്നവരാണ്. എത്ര വലിയ മഹാനാണെന്ന് പറയുന്നവനും ജീവിതത്തിൽ തെറ്റ് ചെയ്തവനാണ്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, നിന്റെ പാപങ്ങളെ കഴുകണ്ട്. പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യനാരെന്നറിയുമോ? ആ പാപങ്ങളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയുന്നവരാ. സാധേ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. ഈ പാപം എവിടെ കൊണ്ട് കഴുകാനാണ്? ഈ പാപം എവിടെ കൊണ്ട് കഴുകാനാണ്? പടച്ചവരെ, മക്കത്ത് പോയിട്ട് ഹജറുൽ അസ്വദ് മുത്തണമെന്ന് കൊതിയുള്ളവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഹജറുൽ അസ്വദ് ചെന്നിട്ട് ചുംബിച്ചാൽ അവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുമെന്നാ. പക്ഷേ ഇപ്പം പോകാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ. പൈസ ഇല്ലാത്തവരുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, പാപം പൊറുക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ. പൈസ ചെലവില്ലല്ലോ, കഷ്ടപ്പാടില്ലല്ലോ, പ്രയാസമില്ലല്ലോ, ഉറക്കപൊടിയുണ്ടല്ലോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിലേക്ക് സുജൂദിലേക്ക് വീഴുമ്പോൾ, അതാ നിന്റെ ശരീരം കൊണ്ട്, നിന്റെ കൈ കൊണ്ട്, നിന്റെ കാലുകൊണ്ട്, നിന്റെ കണ്ണുകൊണ്ട്, നിന്റെ ചെവി കൊണ്ട്, നിന്റെ നാവ് കൊണ്ട്, നിന്റെ സർവ്വ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും കൊണ്ട് ചെയ്ത പാപമുണ്ടല്ലോ. ആ പാപങ്ങൾ നിന്റെ പിരടിയുടെ മുകളിലേക്ക് വരികയാ. നിന്റെ പിരടിയുടെ മുകളിലേക്ക് വരികയാ. നിന്റെ ശരീരം കൊണ്ട് ചെയ്ത പാപങ്ങൾ മുഴുവനും നിന്റെ തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനതാ ഉണക്കമരം ഇങ്ങനെ ഉലുക്കുകയാണ്. ഇല ഉണങ്ങി നിൽക്കുന്ന ഒരു മരം കുലുക്കിയിട്ട് റസൂലുള്ള പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, ഈ മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോ അവന്റെ പാപം അവന്റെ തലയുടെ മുകളിൽ നിന്ന് പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞല്ലോ, അതാ സുജൂദിൽ കിടക്കുന്ന സമയം നിന്റെ തലയുടെ മുകളിൽ വന്നു നിൽക്കുന്ന പാപങ്ങൾ മുഴുവനും പൊടിഞ്ഞു വീഴുകയാ. പാപം പൊറുക്കാനുള്ള വഴിയാണ് പെങ്ങള്, പാപം പൊറുക്കാനുള്ള വഴിയാ. പക്ഷേ പലരും സുജൂദ് ചെയ്യാറില്ലല്ലോ. ഒരു ചെറിയ ഒരു നടുവേദനയുടെ പേര് പറഞ്ഞിട്ട്, എന്തെങ്കിലും ഒരു ചെറിയ രോഗത്തിന്റെ പേര് പറഞ്ഞിട്ട് കസേരയിലിരുന്ന് നിസ്കരിക്കുന്ന ഉപ്പമാരെ, കസേരയിലിരുന്ന് നിസ്കരിക്കുന്ന ഉമ്മമാരെ, എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? ഇന്ന് പള്ളിക്കകത്തേക്ക് കടന്നു ചെന്നാൽ പള്ളിക്കകത്ത് കസേര നിരത്തിയിട്ടിരിക്കുകയാണ്. എന്ത് ചെറിയ പ്രയാസമുള്ളവന് മൂടി വന്ന് കസേരയിലിരുന്ന് നിസ്കരിക്കുന്ന കാലമാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണമെന്നാണ്. ഇരുന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ കസേരയിലിരുന്ന് നിസ്കരിക്കണമെന്നല്ല.
അല്ലാഹു സ്ഥാനക്കയറ്റം തരികയാണ്. നിനക്ക് വല്ലാത്ത ഒരു സ്ഥാനം കിട്ടുകയാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് തന്നെ അറിയുമല്ലോ, നിങ്ങൾ പലരെയും ബഹുമാനിക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ, സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും മാത്രമല്ല, ഈ നാട്ടിലെ പല കാരണവന്മാരെയും നിങ്ങൾ പ്രായം കൊണ്ട് മാത്രമല്ല അവരെ ബഹുമാനിക്കുന്നത്. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നപ്പോൾ അല്ലാഹു അവർക്ക് കൊടുത്ത സ്ഥാനമാണ്, അല്ലാഹു അവർക്ക് കൊടുത്ത പദവിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു നിനക്ക് സ്ഥാനക്കയറ്റം തരികയാ. അത് മാത്രമല്ല, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണ്? നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവനും, അല്ലാഹുവിനെ വഴിപ്പെടുന്നവനും വഴിപ്പെടാത്തവനും, എല്ലാ ആണിന്റെയും പെണ്ണിന്റെയും ആഗ്രഹം എന്തെന്നറിയുമോ? സ്വർഗത്തിൽ പോകണമെന്നാ. നിനക്ക് സ്വർഗം വേണോ? നിനക്ക് സ്വർഗം വേണോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗമാണ് പ്രതിഫലം സുജൂദ് ചെയ്യുന്ന മനുഷ്യ. നിനക്കറിയുമോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനതാ നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുകയാ. നാളെ രാവിലെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനന്നൗം, രാവിലെ നിങ്ങളുടെ വല്ലപ്പുഴ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ചു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പല്ല് തേച്ച് ഉളുവെടുത്ത് നല്ല വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് നിസ്കരിക്കാമെന്നോ. നിങ്ങളൊക്കെ ഉളുവെടുത്ത് നിങ്ങളെ നിസ്കാര റൂമിന്റെ അകത്ത് കടന്നു ചെന്ന് മുസല്ല വിരിച്ചു. എന്നിട്ട് പടച്ച റബ്ബേ, സുബഹി ജമാഅത്തായി നിസ്കരിക്കുകയാണ്. പെണ്ണുങ്ങളെ, നിങ്ങളെ സുബഹി ഒറ്റയ്ക്ക് നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു. ആ നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുമ്പോ അതാ ഒരു മലക്ക് കാത്തു നിൽക്കുകയാ, ഒരു മലക്ക് കാത്തു നിൽക്കുകയാ. ആ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുന്ന നിന്റെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എടാ, ഒരു വഖത്ത് നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് നീ എഴുന്നേക്കുമ്പോ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് നീ എഴുന്നേക്കുമ്പോ, നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അല്ലാഹു നിന്നെ അങ്ങ് ശുദ്ധീകരിക്കുകയാ. നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരികയാണ്. പിന്നെ നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. സ്വർഗത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെക്കുകയാണ്. നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ അല്ലാഹുവിന്റെ മലക്ക് പറയുകയാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ, നീ സ്വർഗത്തിന്റെ അവകാശിയോ. അല്ലാഹു നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീ ഭാഗ്യവാനാ, നീ ഭാഗ്യവാനാ. അല്ലാഹുവിന്റെ മലക്കിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് മുസാഫഹത്ത് ചെയ്തുകൊണ്ട് നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറയുന്ന സന്തോഷ വാർത്ത പറയുകയാ. പടച്ചവനേ, ചിലര് നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുമ്പോ മലക്കു പറയുന്നു, എടാ നഷ്ടപാളി, കളിയും തമാശയുമല്ലേ. എടാ, പലരും നെറ്റികുത്തി സുജൂദ് ചെയ്യുന്നവർ മൂക്ക് തറയിൽ മുട്ടിക്കുകയില്ലല്ലോ. പടച്ചവനെ, എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടതെന്നറിയില്ലല്ലോ. കാക്ക കൊത്തണ പോലെ കുത്തികെട്ടി എഴുന്നേറ്റ് പോടുന്ന ചെറുപ്പക്കാരാ, നീ നമസ്കാരം കഴിഞ്ഞ് എഴുന്നേക്കുമ്പോ അല്ലാഹുവിന്റെ മലക്ക് പറയുകയാ, എടാ നശിച്ചവനെ, എടാ നഷ്ടവാളി, അല്ലാഹുവിന്റെ നരകത്തിന്റെ അവകാശിയാ. നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത വഖത്തിന് മുമ്പ് തൗബ ചെയ്യാതെ നീ മരിച്ചാ നീ നരകത്തിന്റെ അവകാശിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫവൈലുൽ മുസല്ലീൻ, വൈലെന്ന് പറയുന്ന നരകം ഇവർക്ക് വേണ്ടിയാ, നിസ്കരിക്കുന്നവർക്ക് വേണ്ടിയോ. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുന്നു, കളിയല്ല, തമാശയല്ല, നിസാരമല്ല പെങ്ങള്.
നിസ്കാരമെന്ന് പറയുന്നത് കളിക്കല്ലേ. നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിച്ചില്ലെന്നേ ഉള്ളൂ, അതിന്റെ ശിക്ഷയെ അള്ളാഹു നിനക്ക് തരൂ. പക്ഷേ പള്ളിയിൽ പോയിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്ന് കോമാളിയാക്കിയാൽ, അള്ളാഹുവിനെ കളിയാക്കിയാൽ, നീ കാണുന്നില്ലെങ്കിലും അല്ല കാണുന്നുണ്ടല്ലോ. അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണല്ലോ നമസ്കാരം. അള്ളാഹു നിന്റെ മുന്നിൽ നിൽക്കുമ്പോ അള്ളാന്റെ പള്ളിക്കകത്ത് നിന്നിട്ട് പടച്ച റബ്ബിനെ പരിഹസിച്ച, അള്ളാഹുവിനെ കളിയാക്കിയ ഖസ്റ ദുനിയാ വല്ലാഖിറ. നിന്റെ സർവ്വതും, നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ, സുജൂദ് ദീർഘിപ്പിക്കണേ. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, സഹാബാ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോ സുജൂദിനെ ദീർഘിപ്പിക്കണേ സഹാബാ. കാരണം സുജൂദ് പാപം പൊറുക്കുന്ന നന്മയാ, അത് സ്വർഗം കിട്ടുന്ന നന്മയാ, പദവികൾ ഉയർത്തുന്ന നന്മയാ, അല്ലാഹുവിനോട് അടുക്കാൻ കഴിയുന്ന നന്മയാ. നാളെ സുജൂദിന്റെ അടയാളങ്ങൾ മുഖത്ത് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ പ്രതിഫലം പാപം പൊറുക്കുകയാ, നാലാമത്തെ പ്രതിഫലം പദവി ഉയരുകയാ, അഞ്ചാമത്തെ പ്രതിഫലം സ്വർഗം കിട്ടുകയാ, ആറാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ ഏറ്റവും വലിയ പ്രതിഫലം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. ഈ ഒരു പ്രതിഫലം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാ. 5 പ്രതിഫലമാണ് നീ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അല്ലാഹു നിന്റെ മുഖത്ത് സുജൂദിന്റെ അടയാളം ദുനിയാവിലും ആഖിറത്തിലും തരികയാ. 2, അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയാണ് സുജൂദ്. ആ സുജൂദിൽ കിടന്ന് ദുആ ചെയ്താ ദുആയിക്ക് ഉത്തരമുണ്ട്. 3-ാമതായിട്ട് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, നിന്റെ പാപം പൊറുക്കാറുള്ള വഴിയാ. 4-ാമതായി പ്രവാചകൻ പറഞ്ഞു, നിന്റെ പദവി ഉയരുകയാ. 5-ാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള നന്മയാ. 6-ാമത്തെ കാര്യമെന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ഖാല കുന്തു അബീതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅതൈതു ബിവുദൂഇ വഹാജതി ഫഖാല ലീ സൽ ഫഖുൽ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. 6-ാമത്തെ പ്രതിഫലം കേൾക്കണോ? ഇത് പള്ളി വെച്ച് കൊടുത്തവന്റെ പ്രതിഫലമല്ല, ലക്ഷങ്ങളെ സദക്ക കൊടുത്തവന്റെ പ്രതിഫലമല്ല, ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല, പാവങ്ങളെ സഹായിക്കുന്നവന്റെ പ്രതിഫലമല്ല, തഹജ്ജുദ് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമല്ല. അല്ലാഹുവിന്റെ മുന്നിൽ അധികമായി സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. മഹാനായ റബീഅത്ത് ഇബ്നു അസ്ലമി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനതാ രാത്രിയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുകയാണ്. റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കിടന്നുറങ്ങുമ്പോ അവിടെ നിന്ന് കാവല് നിൽക്കുകയാ. പാതിരാത്രിയുടെ നിശബ്ദതയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഉളുവെടുക്കുന്നതിന് വേണ്ടി, രാത്രി നമസ്കാരത്തിന് വേണ്ടി പ്രവാചകൻ അവിടെ നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉളുവെടുക്കുന്നതിന് വേണ്ടി തണുപ്പുള്ള രാത്രിയിൽ ചൂടുവെള്ളവുമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാ. റസൂലുള്ളാഹിക്ക് അത്ഭുതമായി, പടച്ചവരെ, ഈ പാതിരാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോ എന്റെ വീടിന്റെ വെളിയിൽ എനിക്ക് വെള്ളവുമായി ഉറങ്ങാതെ ഈ
രാത്രി മുഴുവനും കാത്തു നിന്ന ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, എന്തൊരു സ്നേഹമാ അല്ലാഹ്, എന്നോടെന്ത് സ്നേഹമാ അല്ലാഹ്. ഇവൻ എന്താണ് ഞാൻ കൊടുക്കുന്നത്, ഇവൻ എന്താണ് ഞാൻ കൊടുക്കേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, റബിയ നിനക്കെന്ത് വേണം റബിയ, നിനക്കെന്താണ് വേണ്ടത്? എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ തരാ. ഈ രാത്രിയിൽ നിനക്ക് എന്ത് വേണം റബിയ? എന്ത് വേണമെങ്കിലും ചോദിക്ക് റബിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ റബീഅത്തുബ്നു കഅബുൽ അസ്ലമിയോട് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലല്ലേ ചോദിക്കുന്നത്, എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അസ്അലുക മുറാഫതക ഫിൽ ജന്നാ, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെന്ന് ചോദിക്കുന്നു, റബിയ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുന്നു, ഔ ഗൈറ ദാലിക, വേറെ എന്തെങ്കിലും ചോദിക്ക് റബിയ, നിനക്ക് വേറെ എന്തെങ്കിലും വേണോ? നിനക്ക് പണം വേണോ? നിനക്ക് അധികാരം വേണോ? നിനക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക് റബിയ. റബീഅത്തുബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ രാത്രിയിൽ മുത്തുനബി കിടക്കുമ്പോൾ വീടിന്റെ വെളിയിൽ കാത്തു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റപ്പോൾ കയ്യിൽ ചൂടുവെള്ളവും പിടിച്ചുകൊണ്ട് വന്നു കൊടുത്തു. ഇതാ നബിയെ. ഉറങ്ങിയിട്ടില്ല രാത്രി മുഴുവൻ ഈ സഹാബി. എപ്പോഴാ നബി ഉണരുന്നത്? വെള്ളം കൊടുക്കാൻ കാത്തു നിൽക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിന്തിച്ചു, ഈ ചെറുപ്പക്കാരൻ എന്നെ എന്തിഷ്ടമാ പടച്ചോനെ, എന്താ ഇവന് കൊടുക്ക? മോനെ നിനക്ക് എന്ത് വേണം? മോനെ നിനക്ക് എന്ത് വേണം? നീ എന്ത് വേണമെങ്കിലും ചോദിക്കും, ഞാൻ തരാം. തരുവോ നബിയെ? തരാ റബിയ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗം വേണോന്നല്ല ചോദിച്ചത്, സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് നടക്കണം നബി, അങ്ങയുടെ സാമീപ്യം എനിക്ക് വേണം നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, വേറെ എന്തെങ്കിലും വേണോ? വേറെ എന്തെങ്കിലും? ഒന്നും വേണ്ട നബിയെ, എനിക്കിത് മതി, വേറെ ഒന്നും വേണ്ട. നാളെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ സാമീപ്യം എനിക്ക് വേണം, സ്വർഗത്തിൽ ഇതുപോലെ നടക്കണം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഅനി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, ഞാൻ തരാം, സുജൂദ് അധികരിപ്പിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ അധികമായിട്ട് നിസ്കരിച്ച നാളെ എന്റെ കൂടെ സ്വർഗത്തിൽ ഞാൻ കൊണ്ടു നടക്കാം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം അധികമായിട്ട് സുജൂദ് ചെയ്താൽ കിട്ടുന്ന 6ാമത്തെ പ്രതിഫലം, എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരെ പോലെ സ്വർഗത്തിൽ നടക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അത് എത്ര വലിയ ഭാഗ്യമാണ്, അത് എത്ര വലിയ ഭാഗ്യമാ. നാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരായി ആ പ്രവാചകനോടൊപ്പം നാളെ സ്വർഗത്തിൽ നടക്കാൻ നമുക്ക് ദുനിയാവിലല്ലേ നടക്കാൻ പറ്റിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പറ്റിയില്ല, മുത്തുനബിയുടെ സഹാബത്താകാൻ പറ്റിയില്ല. അത് കുറച്ചു കാലമല്ലേ പറ്റൂ. പക്ഷെ സ്വർഗമെന്ന് പറഞ്ഞാൽ മരണമില്ലല്ലോ, സ്വർഗത്തിനൊരു അവസാനമില്ലല്ലോ, കാലാകാലം അല്ലാഹുവേ ആ സ്വർഗത്തിൽ മുത്തുനബിയെ കണ്ടുകൊണ്ട് നടക്കാൻ ഭാഗ്യം കിട്ടും. സഹോദര, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കടന്നാൽ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 7ാമത്തെ പ്രതിഫലം ഞാൻ വിശദീകരിക്കുന്നില്ല. 7ാമത്തെ പ്രതിഫലം, അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഈ സുജൂദ് ചെയ്തവനെ കണ്ടറിയാം. ഈ സുജൂദ് ചെയ്തവനെ കണ്ടാലറിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ സുജൂദിന്റെ അവയവങ്ങൾ പ്രകാശിക്കുകയാ. ഈ ഉമ്മത്തിനെ തിരിച്ചറിയാനുള്ള അടയാളമാണ്, ഈ ഉമ്മത്തിനെ തിരിച്ചറിയാനുള്ള അടയാളമാണ്. ഉളുവെടുത്ത അവയവങ്ങളുണ്ടല്ലോ, സുജൂദ് ചെയ്ത അവയവങ്ങളുണ്ടല്ലോ, ആ അവയവങ്ങൾ പ്രകാശിക്കുന്ന രീതിയിലാണ് പരലോകത്തേക്ക് ഞാനും നിങ്ങളും കടന്നു വരുന്നത്. കബറിനകത്ത് നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ 2ാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിൽ 6 മണ്ണിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. വല്ലപ്പുഴയിലെ പള്ളി
പള്ളിയിലെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വരികയാ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും രൂപങ്ങളിൽ ജനങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. പല പല രൂപങ്ങളിലാണ് കടന്നു വരുന്നത്. നാളെ പടച്ചവനെ ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരും അവരുടെ അനുയായികളും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ മുഖം പ്രകാശിക്കുന്ന രീതിയിലാണ് പടച്ചവനെ സുജൂദ് ചെയ്തവർ എഴുന്നേറ്റ് വരുന്നത്. അതുമാത്രമല്ല, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, 3000 കൊല്ലം കത്തിച്ച അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ച റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ ഭയാനകമായ നരകമുണ്ടല്ലോ. അല്ലാഹുവേ, സുജൂദിന്റെ അവയവങ്ങളുണ്ടല്ലോ. പടച്ചവരെ, ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നവനാണ്, അവൻ പാപം ചെയ്തു പോയി, അവൻ തെറ്റ് ചെയ്തു പോയി, ആ തെറ്റ് ചെയ്തവൻ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുകയാ. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് നരകത്തിലേക്ക് വലിച്ചെറിയുകയാ. പടച്ചവരെ, പക്ഷേ അവൻ സുജൂദ് ചെയ്ത അവയവമുണ്ടല്ലോ, നെറ്റിത്തടമുണ്ടല്ലോ, മൂക്കുണ്ടല്ലോ, 2 കൈപ്പത്തിയുണ്ടല്ലോ, 2 കാൽമുട്ടുകളുണ്ടല്ലോ, 2 കാലിന്റെ വിരലുകളുടെ അടിഭാഗമുണ്ടല്ലോ. എവിടൊക്കെ നരകത്തിന്റെ തീ കൊണ്ട് കരിഞ്ഞാൽ സുജൂദിന്റെ അവയവം കരിയുകയില്ല. സുജൂദിന്റെ അവയവമുണ്ടല്ലോ, അവിടെ നരകത്തിന്റെ തീ തൊടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ അടയാളം കണ്ടുകൊണ്ടാണ് നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നത്, ആ അടയാളം കൊണ്ടാണ് അവരെ തിരിച്ചറിയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ സുജൂദിന്റെ മഹത്വം, നിസ്കരിക്കാൻ ആരോഗ്യമുണ്ടായിട്ടും സുജൂദ് ചെയ്യാൻ മടിക്കുന്ന പെങ്ങള്, ഇനിയെങ്കിലും നിനക്ക് താഴെ ഇരുന്നൊന്ന് നിസ്കരിച്ചുകൂടെ, ഇനിയെങ്കിലും ഒന്ന് സുജൂദ് ചെയ്യാൻ പരിശ്രമിച്ചുകൂടെ, ഒരു റക്അത്തെങ്കിലും നിസ്കരിച്ച് നിനക്കൊന്ന് സുജൂദ് ചെയ്തുകൂടെ, നാളെ പരലോകത്ത് വരുമ്പോ പ്രകാശിക്കുമല്ലോ. നരകത്തിന്റെ തീ തൊടില്ലല്ലോ. 7ാമത്തെ പ്രതിഫലമാ, 7ാമത്തെ പ്രതിഫലമാ. 8ാമത്തെ പ്രതിഫലം നരകത്തിന്റെ തീ തൊടില്ലല്ലോ. 9ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറ ഇബ്നു ആദമ സജദതൻ ഫസജദ അഅ്തസല ശൈത്താൻ യബ്ഖി യഖൂലു യാ വൈലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പിശാചിന്റെ ഉപദ്രവമുണ്ടല്ലോ, ശൈത്താനിന്റെ ശർറുണ്ടല്ലോ, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ. ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടണോ, ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടണോ, സുജൂദ് ചെയ്യുന്ന മനുഷ്യ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു നിനക്ക് സംരക്ഷണം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇബ്ലീസിന്റെ ഉപദ്രവം നിനക്കുണ്ടാകില്ല, ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് നീ രക്ഷപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറയുകയാ, നിന്നെ കാണുമ്പോ നിസ്കരിക്കുന്ന ഉപ്പാ, നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, നിന്നെ കാണുമ്പോ ശൈത്താന് കരഞ്ഞുകൊണ്ട് കൂടുകയാ.
ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുന്ന മനുഷ്യരെ കണ്ടാൽ അവനൊന്നും ചെയ്യാൻ കഴിയുകയില്ല, അവരെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. അവന്റെ ഒരു കളിയും അവരുടെ അടുക്കൽ നടക്കൂല. അവൻ അവിടെ നിന്ന് പരാജയപ്പെട്ടു പോകുകയാണ്. അവൻ ഉപദ്രവിക്കാൻ കഴിയാതെ അവരെ കരഞ്ഞുകൊണ്ടുകൂടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് എണ്ണി പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദിന്റെ മഹത്വമാ, സുജൂദിന്റെ മഹത്വമാ. സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു തരുന്ന 9 പ്രതിഫലങ്ങളാണ് എണ്ണി പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാവരും സുജൂദ് ചെയ്യുന്നവരാ, എല്ലാവരും സുജൂദ് ചെയ്യുന്നവരാ. പക്ഷേ ഇനി മുതൽ ചെയ്യുമ്പോ ഈ പറഞ്ഞ 9 പ്രതിഫലം നിന്റെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോ സുജൂദ് ദീർഘിപ്പിച്ചോ, സുജൂദിൽ കിടന്ന് ദുആ ചെയ്തോ. അധികമായിട്ട് നിങ്ങൾ സുജൂദ് ചെയ്യ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗ്ഗത്തിൽ നടക്കാം. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്.